ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഫുൾ മൂൺ ഇൻ സ്കോർപിയോയുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള സ്പെഷ്യൽ സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ റീഡിംഗിൽ നോക്കണേ. ഓക്കെ, അപ്പൊ എന്നത്തെയും പോലെ 3 ചിത്രങ്ങൾ നിങ്ങൾക്ക് തമ്മിൽ കാണാൻ സാധിക്കും. അതുപോലെ 3 ഡെക്കുകൾ ഇവിടെയുണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. നമസ്കാരം, ഗ്രൂപ്പ് 1. അപ്പൊ നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഫുൾ മൂൺ ഇൻ സ്കോർപിയോയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്ത് സന്ദേശമാണ് ഗ്രൂപ്പ് 1ലെ കളക്ടീവ്സ് നൽകാനുള്ളത്? ഓക്കെ, ക്യൂൺ ഓഫ് പെന്റക്കിൾസ്, ക്ലാരിഫൈ ദ ക്യൂൺ ഓഫ് പെന്റക്കിൾസ്. 7 ഓഫ് wands, clarify the 7 of wands. Knight of cups, clarify the Knight of cups, clarify the Page of Pentacles, okay, clarify the world energy. Underlying energy 3 of cups ആണ്. നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്ന, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതിന്റെ സൂചനയാണ് ഇവിടെ യൂണിവേഴ്സ് നൽകിയിട്ടുള്ളത്. യൂണിവേഴ്സ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സെക്യൂരിറ്റി, ഓക്കെ, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറയുന്നു. നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ചാലഞ്ചസ്, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആ ഒരു എന്താ പറയാ, ഈ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ആ ഒരു പ്രതീക്ഷ കൈവിടാൻ പാടില്ല. ഓക്കെ, ഗ്രൗണ്ടഡ് ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ ആക്ഷൻസുമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ പരിശ്രമങ്ങളിൽ ഒരു കുറവും വരാൻ പാടില്ല. വിശ്വാസത്തോടെ പരിശ്രമിക്കുക. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഉണ്ടാകും, സാമ്പത്തിക സ്ഥിതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വവും സമൃദ്ധിയും എനിക്ക് ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ വേണം നിങ്ങൾ പരിശ്രമിക്കാൻ. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിക്കോട്ടെ, ഇനി എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ റിച്വൽസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ, ഈ ഒരു വിശ്വാസത്തോടെ വേണം ചെയ്യാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ചേഞ്ച് കാണാനായിട്ട് പറ്റുക. ഓക്കെ, അങ്ങനെ, കാരണം ആ ഒരു വൈകാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഞാൻ ഇങ്ങനെ പരിശ്രമിക്കണേൽ വല്ല അർത്ഥമുണ്ടോ എന്ന് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ അനുഭവം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒരു വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾക്ക് മതി, എന്തോരം നാളെന്ന് വെച്ചിട്ട് അങ്ങനെ പരിശ്രമിക്കണമെങ്കിൽ മടുത്തു, അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് മുന്നേ കൂട്ടി പറഞ്ഞു വെക്കുന്നത്, അങ്ങനെ വിട്ട് കളയാൻ പാടില്ല. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്യാം. കാരണം ആ ഒരു തോന്നൽ ഉണ്ടായതിനു ശേഷവും നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ഭാഗം നിങ്ങൾ കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, നിങ്ങളെ തേടിയിട്ട് ഒരു നല്ല വാർത്തയാണ് എത്തുന്നത്. ഓക്കെ, ശുഭവാർത്ത എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത്, ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിൽ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത്, അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ആ ഒരു വാർത്ത, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തിക സമൃദ്ധി നിങ്ങളിലേക്ക് എത്തി എന്നുള്ള യൂണിവേഴ്സിന്റെ സന്ദേശമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, അതിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കൺഫർമേഷൻ യൂണിവേഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ തരുന്നുണ്ട് ആ സാമ്പത്തിക സ്ഥിതിയിൽ ഷിഫ്റ്റ് സംഭവിച്ചു എന്നുള്ളതിന്റെ. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ ഡ്രാസ്റ്റിക് ആയിട്ടൊരു മാറ്റമാണ് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, കാരണം നിങ്ങൾ ഇന്നത്തെ ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത്. ആ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി അവിടെ മാറ്റം വന്നു. എനർജി മാറ്റം വരുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു 10 of Pentacles എനർജി, ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധി, സുരക്ഷിതത്വം, അത് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ആ ഒരു അബണ്ടന്റ് എനർജി, പ്രോസ്പെറസ് എനർജി, ഓക്കെ, പൈസയ്ക്ക് ഒരു അല്ലെങ്കിൽ പണത്തിന് കുറവില്ലാത്ത അവസ്ഥ. മനസ്സിലായോ? പണം നിങ്ങൾക്ക് ഏതൊരു സമയത്തും നിങ്ങളെ ഇപ്പൊ ഏറ്റവും വലുതായിട്ട് അലട്ടുന്ന പ്രശ്നം പണമാണെങ്കിൽ, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് പണത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന പണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്നതിനേക്കാൾ കൂടുതൽ പണം എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ആ രീതിയിലേക്കാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം.
അവിടെ ഞാൻ പറഞ്ഞു ഒരു പരീക്ഷണം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ മതി ഇതൊക്കെ നിർത്താന്നുള്ള തോന്നല്, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് എടുക്കുന്നതിൽ ഒരു ഉഴപ്പൊക്കെ വരിക, കൃത്യമായി ചെയ്യാതിരിക്കുക, അതിനൊക്കെ ഒരു സാധ്യത വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയുന്നത്. കാരണം അതൊരു ചെറിയ പരീക്ഷണമാണ്. അതങ്ങോട്ട് കടന്നു കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പിന്നെ അങ്ങോട്ട് ഉയർച്ചയാണ്. ഓക്കെ, പിന്നെ അങ്ങോട്ടൊരു സാമ്പത്തിക സ്ഥിതിയിൽ ഒരു വളർച്ച, അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അത് കണ്ടോ, നിങ്ങൾക്ക് അത് ഒരുപാട് സന്തോഷം തരുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷം തരുന്നതായിരിക്കും. നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഒക്കെ ഫലം നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ആത്മവിശ്വാസം അതിലൂടെ ഒരുപാട് കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു പെട്ടെന്നുള്ള മാറ്റമാണ്. പെട്ടെന്നാണ് ഈ മാറ്റം സംഭവിക്കുക. ഓക്കെ, ഈ എനർജറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് സംതൃപ്തി, സമാധാനം, സന്തോഷം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെ ഏറ്റവും വലിയ അലട്ടുന്ന പ്രശ്നം ഇപ്പൊ പണമാണ്. അത് മാറി ആ ഒരു പ്രശ്നം ആണ് മാറുന്നത്. ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറി സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. അപ്പൊ അതിനൊരു മുൻപ് ഒരു ചെറിയ പരീക്ഷണം ഉണ്ടാവും യൂണിവേഴ്സിന്റെ വക. അത് ഒന്ന് കടന്നു കിട്ടണം. അത് നിങ്ങൾക്ക് അപ്പൊ അതുകൊണ്ടാണ് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പരിശ്രമിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ ഈ ഫുൾ മൂൺ ഇൻ സ്കോർപ്പിയോയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള സ്പെഷ്യൽ സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർ കാർഡ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ സ്റ്റാർ കാർഡ്. എംപറർ, ക്ലാരിഫൈ ദ എംപറർ. Ace of Swords, clarify the Ace of Swords. Wow, Empress, clarify the Empress. Page of Wands, clarify the Page of Wands. ഓക്കെ ഗ്രൂപ്പ് 2, ഇത് സിംഗിൾസിനായിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. സിംഗിൾസിനാണ് സ്പെസിഫിക്കലി. പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ ഈ ജന്മം നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ അതിനുവേണ്ടി ഹീലിംഗ്, നിങ്ങൾ അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കൃത്യമായി ചെയ്യുന്നു. വളരെ പോസിറ്റീവായിട്ട്, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് വിശ്വാസത്തോടെ ഇരിക്കുന്ന ഒരാളാണ്. യൂണിവേഴ്സ് അത്രയും പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരാളാണ്. ആ ഡിവൈൻ ടൈമിംഗ്, ഡിവൈൻ പ്ലാനിനെ വിശ്വസിച്ച് സറണ്ടർ ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം വൈകാതെ തന്നെ 3D റിയാലിറ്റിയിൽ നിങ്ങളും നിങ്ങൾ ഈ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഒന്നുകിൽ ഫേസ് ടു ഫേസ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ കമ്മ്യൂണിക്കേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിലേക്ക് വരുന്ന ഏതൊരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനും നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കാം. ഓക്കെ, അതുപോലെ പുറത്ത് പോകാനൊക്കെ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ പുറത്ത് പോകുക, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ അവസരം കിട്ടുമ്പോൾ അത് അതിനോട് നിങ്ങൾ യെസ് പറയണം. കാരണം ഈ ഒരു സമയം നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് തുടക്കം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ വെരി സ്റ്റാർട്ട് പോയിന്റ് ആണ് ഈ കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നതിന് നിങ്ങൾ അവിടുന്ന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നിങ്ങൾ പിന്നെ ഒരുമിച്ചാണ് ഈ റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ ആ ഒരു വെരി സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതിന്റെ ഒരു ഡിവൈൻ ടൈമിംഗ് ആണ് ഇപ്പോൾ. ഓക്കെ, ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങൾ എന്താ പറയണ്ടേ, ഇത് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒരു പക്ഷേ ചിലർ നിങ്ങൾ തിരിച്ചറിയും അവരെ. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ എത്രത്തോളം സ്പിരിച്വലി അലൈൻഡ് ആണ്, നിങ്ങൾ എത്രത്തോളം ഇതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഈ ആളെ മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും. ചിലവർ അത് റെക്കഗ്നൈസ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. റെക്കഗ്നൈസ് ചെയ്താലില്ലെങ്കിലും അതൊരു സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇക്കാര്യത്തെ കുറിച്ച് നിങ്ങൾ എല്ലാവരോടും പറയേണ്ടതായിട്ട് ഇല്ല. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി ആണ് കാണുന്നത്. ഒരു ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു യാത്രയുടെ ഒരു എനർജി ഉണ്ട്. യാത്രയിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്ന സ്ഥലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ആ യാത്രയിലോ, ആ യാത്രയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. യാത്രയും കമ്മ്യൂണിക്കേഷനും ഒക്കെ കണക്റ്റഡ് ആണ്. ഓക്കെ,
അപ്പോ നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കുക. ഇത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. ഇത് എംപറർ എംപറസ് യൂണിയൻ ആണ്. ഓക്കെ, അപ്പൊ വളരെ ഒരു ഹയർ ലെവലിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ആ വ്യക്തിയും നിങ്ങളോട് എനർജറ്റിക്കലി മാച്ച് ആണ് എന്ന് കാണുന്നു. നിങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ ഓൾറെഡി എനർജറ്റിക്കലി വളരെ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോ മൊമെന്റ് വരെ നിങ്ങൾ എനർജറ്റിക്കലി നിങ്ങളുടെ 5D വേർഷൻസ് തമ്മിൽ ഉള്ള ഒരു യൂണിയൻ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഹൈലി കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്. ഇനി 3D റിയാലിറ്റിയിലേക്ക് അത് വെച്ചാണ്. 3D റിയാലിറ്റിയിൽ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നു. നിങ്ങൾ ഇനി ആ ഒരു യൂണിയനിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിലേക്ക് എത്തുകയാണ്. ഓക്കെ, അപ്പോ ഗോ വിത്ത് ദ ഫ്ലോ. യൂണിവേഴ്സ് എങ്ങനെയാണോ ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്, അതേപടി കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ അനുവദിക്കുക. അപ്പൊ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻസ്, ഓക്കെ, അത് ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കാം. അതുപോലെ പുറത്തു പോകാനൊക്കെ അത്ര താല്പര്യമില്ലാത്ത ഒരാളൊക്കെ ആണെങ്കിൽ സ്പെസിഫിക്കലി നിങ്ങൾക്ക് പുറത്തു പോകാനോ കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് നിങ്ങൾ വിളിക്കുകയാണ്, യാത്ര പോകാനോ പുറത്തു പോകാനൊക്കെ വെച്ചാൽ നിങ്ങൾ പോകണം. ഓക്കെ, അതിന് ഒരു പ്രാധാന്യം ഉണ്ട് എന്ന് കാണുന്നു. ഈ മൊമെന്റിലായിരിക്കാം. ഇതപ്പോ സംഭവിക്കും എന്നുള്ള കാത്തിരിപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുവരെ എത്തിയത് നിങ്ങളുടെ ആ ഒരു വിശ്വാസവും നിങ്ങളുടെ ആ ഒരു ക്ഷമയുടെ കൊണ്ടാണ് ഇത് ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്നത്. ഇനി അങ്ങോട്ടും ആ ഒരു ക്ഷമയും ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ ഈ സിറ്റുവേഷനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, ഇത് ഡെസ്റ്റിൻഡ് ആണ്, ഡെഫിനറ്റ്ലി സംഭവിച്ചിരിക്കും. ഓക്കെ, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ട്രെസ്ഫുൾ ആകേണ്ട ആവശ്യം ഇല്ല. ആ ഒരു എന്താ പറയാ, പ്രിപ്പയർഡ് ആവുക. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്, ഇതൊരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ അതിനായിട്ട് തയ്യാറെടുക്കുക. ഓക്കെ, നിങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ നിങ്ങൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കുക. ആ ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം. ഓക്കെ, ഈ വർഷത്തിനുള്ളിൽ സംഭവിക്കുമെന്ന് മാത്രമാണ് ഒരു കൺഫർമേഷൻ നമുക്ക് തന്നിട്ടുള്ളത്. അതെപ്പോൾ എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. ഈ വർഷത്തിനുള്ളിൽ എന്തായാലും സംഭവിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതെപ്പോ വേണമെങ്കിലും ആവാം. വേണമെങ്കിൽ അടുത്ത ആഴ്ച ആവാം, അടുത്ത മാസം ആവാം. ഓക്കെ, അല്ലെങ്കിൽ 2-3 മാസങ്ങൾക്ക് അപ്പുറമാകാം, 6 മാസത്തിന് ശേഷം ആവാം, എപ്പോ വേണമെങ്കിലും ആവാം. അപ്പൊ നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾ കാട് കറിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അറിയിച്ചു എന്ന് മാത്രം. യൂണിവേഴ്സ് അറിയിക്കാൻ അറിയിച്ചു, അത്ര തന്നെയുള്ളൂ. ഓക്കെ, അപ്പോ നിങ്ങളിപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വിശ്വാസം പ്രതീക്ഷയ്ക്ക് ഇനിയും അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം. ഈ ഒരു ഫുൾ മൂണിൽ യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇത് തന്നെയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു, നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയി എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. അപ്പൊ നിങ്ങൾ തമിഴിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ ഈ ഫുൾ മൂൺ ഇൻ സ്കോർപ്പിയോയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് നൽകാനുള്ള സ്പെഷ്യൽ സന്ദേശം എന്താണ് എന്ന് നോക്കാം. നമുക്ക് ക്യൂൺ ഓഫ് വാൻസ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ഏസ് ഓഫ് സോർഡ്സ്. ഓക്കെ, ക്ലാരിഫൈ ദ ഏസ് ഓഫ് സോർഡ്സ്. King of Pentacles. Clarify the King of Pentacles. Knight of Cups. Clarify the Knight of Cups. Knight of Wands. Clarify the Knight of Wands. Okay. ഇതും ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ 2 എനർജിയാണ് കാണുന്നത്. ഒന്ന് ക്യൂൺ ഓഫ് വാൻസിന്റെ എനർജിയാണ്, ഫയറി എനർജിയാണ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ കോൺഫിഡന്റ് വേർഷനിലായിരിക്കുന്ന ഒരു ഫെമിനിൻ എനർജി. ഓക്കെ, ഫീമെയിൽ മെയിൽ എന്നല്ല പറയുന്നത്, ഫെമിനിൻ എനർജി. വളരെ ഒരു ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പ്രത്യേകിച്ച് എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതൊക്കെ താല്പര്യമുള്ള അങ്ങനെ ഒരു എനർജിയിൽ നിൽക്കുന്ന, വളരെ ഒരു ഗ്ലോ ഓഫ് എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. ഈ ഒരു ക്യൂൺ ഓഫ് വാൻസിന്റെയും കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് മറുപുറത്ത് നിൽക്കുന്നത്. മെസ്കുലിൻ എനർജി, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, വളരെ പേഷ്യന്റ് ആയിട്ടുള്ള, ലൈഫിലും കരിയറിലൊക്കെ ഫോക്കസ് ചെയ്ത് കുറച്ചൊരു ഒതുങ്ങി നിൽക്കുന്ന ഒരാള്. ഓക്കെ, ഈ 2 ആളുകൾക്കിടയിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു എനർജിയാണ്, അപ്പൊ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ എനർജിയാണ് ബാക്കി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും, ഏതാണ് നിങ്ങൾക്കുള്ള എനർജി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും നിങ്ങളുടെ എനർജി ഏതാണ്, ക്യൂൺ ഓഫ് വാൻസിന്റേതാണോ കിങ് ഓഫ് പെന്റക്കിൾസിന്റേതാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു റൊമാൻറ്റിക് കമ്മ്യൂണിക്കേഷൻ ആണ്, കാരണം നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് അവിടെ കിട്ടിയിരിക്കുന്നത്.
നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു കൺഫെഷൻ, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, തയ്യാറെടുക്കാൻ പറയുന്നു. കാരണം അതിനുശേഷം നിങ്ങൾ ഒരു ഡിസിഷൻ പോയിന്റിലേക്ക് എത്തേണ്ടതായിട്ട് വരും, ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം എന്താ പറയാ, തയ്യാറാകുക. ഓക്കെ, ധൃതി വെച്ച് ഇതിലൊരു തീരുമാനം എടുക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നില്ല. ഈ ഒരു പ്രപ്പോസൽ ഇതൊരു അൺഎക്സ്പെക്ടഡ് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് നടക്കുന്ന സമയം അല്ലെങ്കിൽ നടക്കുന്ന രീതി അല്ലെങ്കിൽ ഇത് ആരിൽ നിന്നാണ് വരുന്നത്, ഇത് നിങ്ങളോട് പ്രതീക്ഷിക്കാത്തതാണ് എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അൺഎക്സ്പെക്ടഡ് എനർജി ഉണ്ട് ഇവിടെ നൈറ്റ് ഓഫ് വാൺസ് വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നത് സമയം എടുക്കുക, നല്ലവണ്ണം ചിന്തിക്കുക, മനസ്സ് സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കുന്നതിന്. ഓക്കെ, ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് നിങ്ങളുടെ ഡിസിഷൻ, അതുമായിട്ട് ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റണം. ഓക്കെ, ധൃതി വെച്ച് തീരുമാനം എടുക്കരുത് എന്ന് പറയുന്നു. കോൺഫിഡന്റ് ആയിരിക്കാം. ഒരു പക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അനുസരിച്ചിട്ടാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ അതനുസരിച്ച് നടക്കുന്ന കാരണം ഇവിടെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് അവിടെ വേണ്ടത്. നിങ്ങൾ ധൈര്യമായിട്ട് ഒരു ചാൻസ് കൊടുക്കുക. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുക്കുക. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ, ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന്, ഇതിൽ ഡിസിഷൻ എടുക്കുന്നതിനും ഒക്കെ നിങ്ങൾ ഇപ്പൊ റെഡിയാണ്, നിങ്ങൾ എനർജറ്റിക്കലി റെഡിയാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത്, അതായിരിക്കണം നിങ്ങളുടെ ഡിസിഷൻ എന്ന് നിങ്ങൾക്കൊരു ക്ലൂ യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, ഇത് ഡെസ്റ്റിൻഡ് ആണ്, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷൻ സംഭവിച്ചിരിക്കണം എന്നാണ്. അപ്പൊ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. അതുപോലെ തന്നെ റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ് ദിസ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ. നിങ്ങൾ അതിൽ നിന്ന് ഓടി വിളിക്കാനോ അതിനെ അവോയ്ഡ് ചെയ്യാനോ ശ്രമിക്കരുത്. അത് എത്ര ക്രിഞ്ചി ആയിട്ട് തോന്നിയാലും നിങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനെ നിങ്ങൾ അനുവദിക്കണം. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒരുപാട് ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച്, ഈ ഒരു വ്യക്തിയെ കുറിച്ച്, അവരുടെ ഫീലിങ്സിനെ കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പല ചോദ്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ബി പേഷ്യന്റ്. ഓക്കെ, എടുത്തോ പിടിച്ചോന്ന് വെച്ചിട്ട് എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ എൻഡ് ചെയ്യാൻ ശ്രമിക്കാതെ, ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കി തന്നൊരു അവസരമാണെന്ന് മനസ്സിലാക്കുക. പേഷ്യന്റ് ആയിരിക്കുക, കമ്മ്യൂണിക്കേഷനിൽ ഫുള്ളി പ്രസന്റ് ആയിരിക്കുക. എന്നിട്ട് പറഞ്ഞ പോലെ സാവധാനം നിങ്ങൾ ഒരു തീരുമാനത്തിലെത്താം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് എന്ന് കേട്ടുകൊണ്ട് സാവധാനം നിങ്ങൾ തീരുമാനത്തിലെത്താം. എസ്പെഷ്യലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, കൺഫെഷൻ, ഈ ഒരു പ്രപ്പോസൽ, ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഗിവ് ഇറ്റ് എ ചാൻസ്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചത് ഈ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരണം, ഇങ്ങനെ ഒരു കൺഫെഷൻ വരണം എന്നാണെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യണം, മുന്നോട്ട് പോകണം. അപ്പോൾ അവിടെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തുതന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.